ജെൻഡർ ജസ്റ്റിസ് ഇൻ ഇന്ത്യ. എന്താണ് ജെൻഡർ ജസ്റ്റിസ് അഥവാ ലിംഗനീതി? ലിംഗനീതി മനുഷ്യാവകാശമാണ്. ഓരോ സ്ത്രീക്കും പെൺകുട്ടിക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഭയമില്ലാതെ അന്തസ്സോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാൻ അവകാശമുണ്ട്. ലിംഗനീതി വികസനം, ദാരിദ്ര്യം കുറയ്ക്കൽ എന്നിവയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. മാത്രമല്ല, മനുഷ്യ പുരോഗതി കൈവരിക്കുന്നതിന് നിർണായകവുമാണ്. ഇത് മനസ്സിലാക്കുന്നത് വീട്ടിൽ, ജോലിസ്ഥലത്ത്, വിശാലമായ ദേശീയ അന്തർദേശീയ കമ്മ്യൂണിറ്റികളിൽ സ്ത്രീകളും പുരുഷനും തമ്മിലുള്ള അധികാരവും ഉത്തരവാദിത്വവും പങ്കിടുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിൽ സമൂഹത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടായിട്ടും സ്ത്രീകളെ ഇപ്പോഴും തുല്യമായി പരിഗണിക്കുന്നില്ല. അവർക്ക് ഒരേ അവസരങ്ങൾ ലഭിക്കുന്നില്ല. ഇവ എപ്പോഴും സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക അവകാശങ്ങളുടെ ചുറ്റളവിലാണ്. ലോകത്തെ വിശക്കുന്നവരിൽ 70% സ്ത്രീകളാണ്. ആഗോളതലത്തിൽ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കുറവാണ്. ലോകരാജ്യങ്ങളിൽ 1/3 പാർലമെന്റുകളിൽ 10% താഴെയാണ് സ്ത്രീകൾ പ്രതിനിധീകരിക്കുന്നത്. സഹായ ഫലപ്രാപ്തിയിലെ ലിംഗസമത്വ ഫലങ്ങൾക്ക് മൊത്തത്തിൽ മുൻഗണന കുറവാണ്. പോസ്റ്റ് ദുരന്തത്തിലും സംഘർഷ ക്രമീകരണങ്ങളിലും സ്ത്രീകൾ പലപ്പോഴും സുരക്ഷയുടെ അഭാവം അനുഭവിക്കുന്നു. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലെ തീരുമാനമെടുക്കൽ പ്രക്രിയകളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നു. ജെൻഡർ ജസ്റ്റിസ് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നാം സംസാരിക്കാറ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള നീതിയില്ലായ്മ, തുല്യ നീതിയില്ലായ്മയെക്കുറിച്ചാണ്. എന്നാൽ ഇവിടെയൊക്കെ സംസാരിക്കേണ്ടതും സംസാരിക്കാൻ മറക്കുന്നതുമായ ഒരു കൂട്ടരുണ്ട്, LGBTQ. സ്ത്രീ പുരുഷൻ്റെ അതേ തുല്യനീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ഒരു നീതിയും ഒരു അവകാശവും ഇല്ലാതെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് നിലനിൽക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടതാണ്. ജെൻഡർ ജസ്റ്റിസ് ഇൻ ഇന്ത്യ എന്നൊരു പ്രസൻറ്റേഷനിൽ നാം ഉൾപ്പെടുത്തേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഈക്വാലിറ്റി എന്നൊരു വിഷയം മാത്രമല്ല നാം ഇവിടെ സംസാരിക്കേണ്ടത്. ജെൻഡർ ജസ്റ്റിസ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ റേപ്പ്, ഡൗറി സിസ്റ്റം, ട്രാൻസ്ജെൻഡേഴ്സ്, LGBTQ, ബോയ്സിൻ്റെ ഫീലിങ്സ്, മീ ടു ഹാവ് ലെഗ്സ്, വിമൻ ഇൻ പൊളിറ്റിക്സ്, ഫീമെയിൽ ഫീറ്റസൈഡ്, ഇങ്ങനെയുള്ള ഒത്തിരി ടോപ്പിക്സ് നാം അറിയേണ്ടതാണ്. ബോയ്സ് ഹു ക്രൈ ആർ ഔട്ട്കാസ്റ്റ് ആൻഡ് ഗേൾസ് ഹു ഫൈറ്റ് ബാക്ക് ആർ ഓൾസോ ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനെ മറികടക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ ജെൻഡർ ജസ്റ്റിസ് എന്ന വിഷയത്തിൽ സംസാരിക്കേണ്ടത് തന്നെയാണ്. The first topic that is going to be explained is equality and equity. The Equality and Human Rights Commission describe equality as ensuring that every individual has an equal opportunity to make the most of their lives and talents. In other words, equality means ensuring that everyone has the same opportunities and receives the same treatment and support. Equity is about giving people what they need in order to make things fair, giving more to those who need it. This is not the same as equality, nor is it the same as inequality. It is simply giving more to those who need it, which is proportionate to their own circumstances in order to ensure that everyone has the same opportunities. For example, providing more support to a disadvantaged student so that they can reach their full potential. The difference between equality and equity must be emphasized. Although both promote fairness, equality achieves this through treating everyone the same regardless of need, while equity achieves this through treating people differently dependent on need. However, this different treatment may be the key to reaching equality. മീ ടു ഹാഷ്ടാഗിൻ്റെയും ഐ ഹാവ് ലെഗ്സ് ഹാഷ്ടാഗിൻ്റെയും ബ്രാസ് ട്രാപ്പ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നവരെ ചീത്ത വിളിക്കാൻ മടിക്കാത്ത, റേപ്പിസ്റ്റുകളെ ചീത്ത വിളിക്കാൻ പ്രാപ്തിയുള്ളവരുള്ള ഈ 21-ാം നൂറ്റാണ്ടിൽ 6 വയസ്സുകാരനും 60 വയസ്സുകാരനും ഒരേപോലെ കേട്ടറിവുള്ള വാക്കാണ് ഫെമിനിസം. എന്നാൽ ഫെമിനിസം എന്ന് കേൾക്കുമ്പോൾ ഈക്വാലിറ്റി എന്നല്ലാതെ ഫെമിനിസത്തെക്കുറിച്ച് മറ്റൊന്നും അറിയാത്ത ഫെമിനിസ്റ്റുകളെയും വെറുക്കുന്നവരുമാണ് നമ്മുടെ നാട്ടിൽ മിക്കവരും. സ്ത്രീക്ക് മാത്രമാണ് ഒരു ഫെമിനിസ്റ്റ് ആവാൻ സാധിക്കും എന്ന് തെറ്റിദ്ധരിച്ചവർക്ക് ഫെമിനിസം എന്ന മൂവ്മെൻറ്റിൻ്റെ ഉത്ഭവവും ആരാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് എന്നൊന്നും അറിയില്ല. ജീൻസ് ആൻഡ് ഷർട്ട് ഇടാനുള്ള അധികാരവും
കാലും ബ്രാസ് സ്ട്രാപ്പ് കാണിക്കാനുള്ള റൈറ്റും രാത്രി റോഡിലൂടെ നടക്കാനുള്ള അവകാശവും മാത്രമാണ് ഈക്വാലിറ്റി അല്ലെങ്കിൽ ഫെമിനിസം എന്ന കോൺസെപ്റ്റിലൂടെ ഫെമിനിസ്റ്റുകൾ ഉന്നയിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷമുള്ളതുകൊണ്ടാണ് ഫെമിനിസം പലരും വെറുക്കുന്നത്. ഇതും സ്ത്രീയുടെ അവകാശം തന്നെയാണ്. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ടെന്ന തിരിച്ചറിവാണ് പ്രധാനം. ഏതൊരു ഫെമിനിസ്റ്റിൻ്റെയും മൂവ്മെൻറ്റിന് തുടക്കം അവളുടെ വീടോ അല്ലെങ്കിൽ സ്കൂളോ ആയിരിക്കും, അതുമല്ലെങ്കിൽ ജോലി സ്ഥലമായിരിക്കും. വീട്ടിലെ പുരുഷാധിപത്യം നമുക്ക് നോർമലായി മാറിയിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും ഇത് ഗാർഹിക പീഡനത്തിൽ ചെന്നെത്തുന്നു. ഫെമിനിസ്റ്റുകളുടെ എണ്ണം ദിനംതോറും വർദ്ധിച്ചു വരികയാണ്. സിനിമ, കായിക മേഖലകളിൽ പോലും ഫെമിനിസ്റ്റുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനർത്ഥം എല്ലാ മേഖലകളിലും അനീതി നിലനിൽക്കുന്നു എന്നതാണ്. സ്വന്തം അവകാശത്തിനു വേണ്ടി ശബ്ദിക്കുന്ന എല്ലാ സ്ത്രീകളും ഫെമിനിസ്റ്റുകളാണെന്ന് നാട്ടിലെ ചൊറിയൻ പുരുഷന്മാർക്കും ചുർച്ചുകളായ അമ്മായിമാർക്കും തോന്നാറുള്ളത്. പക്ഷേ ഈ സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി ശബ്ദിക്കുന്നത് അവളുടെ അവകാശത്തിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും പലരും മറക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഫെമിനിസം എന്ന ഒരു വലിയൊരു മൂവ്മെൻറ്റിന് തന്നെ തുടക്കം കുറിക്കേണ്ട ആവശ്യമുണ്ടായത്. സ്ത്രീകളുടെ തുല്യാവകാശവും നിയമപരിരക്ഷയും ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ വ്യവഹാരമാണ് സ്ത്രീ സമത്വവാദം, സ്ത്രീവാദം അഥവാ ഫെമിനിസം. പൊതുവെ ഫെമിനിസം എന്ന ആംഗലേയ പദം കൊണ്ട് തുല്യത എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനുവേണ്ടി സ്ത്രീകളെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ ഉയർന്ന ജീവിത നിലവാരവും അധികാരവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരുഷ വിരോധമല്ല, എന്നാൽ പുരുഷാധിപത്യവും സ്ത്രീ വിരുദ്ധതയും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. ഇതിൽ ലിംഗഭേദത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഊന്നുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയവും സമൂഹ വിജ്ഞാന സംബന്ധവുമായ സിദ്ധാന്തങ്ങൾ, തത്വചിന്തകൾ, ശാസ്ത്രീയ അവബോധം തുടങ്ങിയവ അടങ്ങുന്നു. സ്ത്രീവാദം സ്ത്രീകളുടെ സമത്വത്തിനു വേണ്ടി വാദിക്കുകയും അവരുടെ അവകാശങ്ങളെയും ആവശ്യങ്ങളെയും മുൻനിർത്തി പ്രചാരണം നടത്തുകയും ചെയ്യുന്നു. നവമാധ്യമങ്ങളിലെ ഹാഷ്ടാഗ് ക്യാമ്പയിനുകളിലൂടെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതിലൊരു തരംഗമായി മാറിയ ഒന്നാണ് മീറ്റു ക്യാമ്പയിൻ. പല സ്ത്രീകളും തങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രമങ്ങളുടെ തുറന്നു പറച്ചിലാണ് മീറ്റു ക്യാമ്പയിൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ വ്യാപകമാകുകയും അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാനുമാണ് മീറ്റു ക്യാമ്പയിൻ തുടങ്ങിയത്. അമേരിക്കയിൽ തുടങ്ങിയ മീറ്റു ക്യാമ്പയിൻ ഇന്ന് കേരളത്തിലും ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ പീഡനത്തിനിരയാവുന്ന സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുവാൻ മീറ്റു ക്യാമ്പയിൻ ശക്തി നൽകി. ഇത്തരം ക്യാമ്പയിനുകളിലൂടെ സ്ത്രീകൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ സമൂഹത്തോട് തുറന്നു പറയുവാനായി. ഈ കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സ്ത്രീകൾ നേരിടുന്നത്? സമൂഹം കൽപ്പിക്കുന്ന വസ്ത്രധാരണ രീതി തന്നെ അതിനൊരു ഉദാഹരണമാണല്ലോ. സ്ത്രീയുടെയും പുരുഷൻ്റെയും വസ്ത്രധാരണ രീതിയെ താരതമ്യപ്പെടുത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. സാരിയുടുത്ത് കണ്ണെഴുതി പൂവും ചൂടി നടക്കുന്നവരാണ് മലയാളികളുടെ കണ്ണിൽ കുലീന സ്ത്രീകൾ. സമൂഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടിനപ്പുറം വസ്ത്രധാരണം നടത്തുന്നവർ അഹങ്കാരികളായും തൻ്റേടികളായും മുദ്ര കുത്തപ്പെടുത്തുന്നു. അവർക്ക് നേരിട്ടും അല്ലാതെയും ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരികയും സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിതരാവുകയും ചെയ്യുന്നു. അതിനൊരു ഉദാഹരണമാണ് ഈ അടുത്ത കാലത്തായി തനിക്കിഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചതിന് യുവനടി അനശ്വര രാജിന് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം. മുണ്ടുമടക്കി കുത്തി പുരുഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ ചങ്കുറപ്പിൻ്റെയും തൻ്റേടത്തിൻ്റെയും പ്രതീകമായി കാണുകയും എന്നാൽ മുട്ടിനു മുകളിൽ ഉടുപ്പിട്ട് ഒരു പെൺകുട്ടി നടന്നു കഴിഞ്ഞാൽ അതിനെ മറ്റൊരു കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇഷ്ടപ്പെട്ട വസ്ത്രം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒരു സ്ത്രീക്ക് നഷ്ടപ്പെട്ടതെന്നാണ്. ഇന്നോ ഇന്നലെയോ അല്ല, എല്ലാ കാലങ്ങളായി നാം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണിത്. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കാനും സ്ത്രീക്കും പുരുഷനും ഒരുപോലെ അവകാശമുണ്ട്. അതിനാൽ ഓരോ സ്ത്രീയുടെയും നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ട്രാൻസ്ജെൻഡേഴ്സ് ലിംഗവ്യത്യാസങ്ങളെ സംബന്ധിച്ച് പരമ്പരാഗത മാതൃകയിൽ നിന്നോ ജന്മനാൽ ഉണ്ടായിരുന്ന ലിംഗത്തിൽ നിന്നോ വ്യതിയാനം പ്രദർശിപ്പിക്കുന്ന അഥവാ അതിനനുയോജ്യമല്ലാത്ത ലിംഗവ്യക്തിത്വം, സ്വഭാവം, ലിംഗപ്രകാശനം കാണിക്കുന്ന മനുഷ്യരെ പൊതുവായി വിശേഷിപ്പിക്കുന്ന പദമാണ് ട്രാൻസ്ജെൻഡർ. ഇവരെ ട്രാൻസ് സ്ത്രീ, ട്രാൻസ് പുരുഷൻ എന്ന് രണ്ടായി തിരിക്കാം. ഭൂരിപക്ഷ ലിംഗവിഭാഗങ്ങളെപ്പോലെ
മറ്റൊരു ലിംഗവിഭാഗം തന്നെയാണ് ട്രാൻസ്ജെൻഡറുകൾ എന്ന് ഈ രംഗത്തെ ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിക്കുന്നു. എന്നിരുന്നാൽ പോലും ഒരു മനുഷ്യനെന്ന പരിഗണന പോലും കൊടുക്കാത്ത, അല്ലെങ്കിൽ ഒരു പൗരൻ അനുഭവിക്കേണ്ട ഒരു അവകാശങ്ങളും കൊടുക്കാതെയാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ജീവിച്ചു പോകുന്നത്. ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർമാരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് ആദ്യമായി നടത്തിയ പഠനത്തിൽ ട്രാൻസ്ജെൻഡർമാരുടെ അവകാശങ്ങൾ വലിയ തോതിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതാണെന്നും അവർ വീടുകൾക്കും കമ്മ്യൂണിറ്റികൾക്കും സ്ഥാപനങ്ങൾക്കും ഇടയിൽ ഒറ്റപ്പെടലിൻ്റെ അർത്ഥത്തിലാണെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. മാത്രമല്ല 94% ട്രാൻസ്ജെൻഡേഴ്സും വീടുകൾക്ക് പുറത്താണ്. വീടുപടി കയറ്റാൻ വീട്ടുപടി കയറാൻ അമ്മമാരോ അല്ലെങ്കിൽ വീട്ടുകാരോ സമ്മതിക്കുന്നില്ല. 96% ട്രാൻസ്ജെൻഡർമാരും കുറഞ്ഞ വേതനം ലഭിക്കുന്ന ജോലിയോ നിന്ദ്യമായ ജോലിയോ എടുക്കാൻ നിർബന്ധിതരാകുന്നുവെന്നും അവരുടെ ഉപജീവന മാർഗങ്ങളായ ബദായി, ഭിക്ഷാടനം, ലൈംഗിക ജോലി എന്നിവ അവർ ക്ലയൻറ്റുകളാൽ ചൂഷണം ചെയ്യപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്നു. 89% ട്രാൻസ്ജെൻഡർമാരും ഗവേഷകരോട് പറഞ്ഞു അവരിൽ യോഗ്യതയുള്ളവർക്ക് പോലും തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ലെന്നും 23%-ൽ കൂടുതലുള്ളവർ ആരോഗ്യ സംബന്ധമായ അപകട സാധ്യതകളുള്ള ലൈംഗിക ജോലികളിൽ ഏർപ്പെടാൻ നിർബന്ധിതരാകുന്നു എന്നും. സ്ത്രീക്കും പുരുഷനും തുല്യനീതി വേണമെന്ന് ആവശ്യപ്പെടുന്ന പോലെ തന്നെ നാം ഇനി ട്രാൻസ്ജെൻഡേഴ്സിനും തുല്യനീതി വേണമെന്ന് ആവശ്യപ്പെടേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. സെക്സ് വർക്ക് അല്ലാത്ത ജോലി ചെയ്യാൻ അവർക്കും അർഹതയുണ്ടെന്നുള്ള നാം തെളിയിക്കേണ്ട ഒരു നൂറ്റാണ്ടിലൂടെയാണ് നാം ഇന്ന് കടന്നുപോയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന എല്ലാ അവകാശങ്ങളും ട്രാൻസ്ജെൻഡേഴ്സിനും തുല്യത വരുത്തി. LGBTQ. It is an acronym for lesbian, gay, bisexual, transgender, and queer. These terms are used to describe a person's sexual orientation or gender identity. Lesbian is a woman who is enduring physical, romantic, and emotional attraction is to other women. Some lesbians may prefer to identify as gay or as gay women. Gay. The adjective used to describe people who is enduring physical, romantic, and emotional attractions are to people of the same sex. Sometimes lesbian is the preferred term for women. Bisexual. A person who has the capacity to form enduring physical, romantic, and emotional attractions to those of the same gender or to those of another gender. People may experience this attraction in differing ways and degrees over their lifetime. Bisexual people need not have had specific sexual experiences to be bisexual. In fact, they need not have had any sexual experience at all to identify as bisexual. Transgender. An umbrella term for people whose gender identity and gender expression differs from what is typically associated with the sex they were assigned at birth. Many transgender people are prescribed hormones by their doctors to bring their bodies into alignment with their gender identity. Some undergo surgery as well, but not all transgender people can or will take those steps. Queer is a word that describes sexual and gender identities other than straight and cisgender. Lesbian, gay, bisexual, and transgender people may all identify with the word queer. Female feticide is a gender-selective abortion where a female fetus is illegally terminated solely based on the reason that the fetus is a girl. It occurs all over India, from the rural villages to the urbanized cities. The government has made attempts to lower the female feticide rate with acts such as the Preconception and the Prenatal Diagnostic Techniques Act. This act was enacted in 1994 by the Parliament of India and prohibits prenatal sex determination due to rapidly increasing female feticide in India. Female feticide is a result of a gender-biased social construction that discriminates against women and believes them to be less valuable than men. One of the major reasons for female feticide is cultural preference. Generally, male babies were preferred because they provided manual labor and success to the family lineage. A son is often preferred as an asset since he can earn and support the family,
A daughter is a liability since she will be married off to another family and so will not contribute financially to her parents. This is only one of the many reasons. Many other reasons include India's weak social security system, desperate generated access to resource, etc. Dowry system and its law. The dowry system in India refers to the durable goods, cash, and real or movable property that the bride's family gives to the groom, his parents, and his relatives as a condition of the marriage. The dowry system can put great financial burden on the bride's family. In some cases, the dowry system leads to crime against women, ranging from emotional abuse and injury to even deaths. Dowry Prohibition Act, Indian law enacted on May 1st, 1961, intended to prevent the giving or receiving of a dowry. Under the Dowry Prohibition Act, dowry includes property, goods, or money given by either party to the marriage, by the parents of either party, or by anyone else in connection with the marriage. റേപ്പ് വീട്, വിദ്യാലയം, ജോലിസ്ഥലം, ആരാധനാലയങ്ങൾ എന്നിങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ നേരിടുന്നൊരു പ്രശ്നമാണിത്. പ്രശ്നം വീട്ടിൽ തുടങ്ങുന്നു. സ്ത്രീധനത്തിൻ്റെ പേരിൽ, സൗന്ദര്യം കുറഞ്ഞുപോയതിൻ്റെ പേരിൽ, പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ചതിൻ്റെ പേരിൽ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. ഗാർഹിക പീഡനം തന്നെയാണ് സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന കാതലായ ഒരു പ്രശ്നം. ശാരീരികവും മാനസികവുമായി സ്ത്രീകൾ പീഡനങ്ങൾ അനുഭവപ്പെടുന്നു. 1000 പുരുഷന്മാർക്ക് 919 സ്ത്രീകൾ എന്നതാണ് നിലവിലെ അനുപാതം. 2011 സെൻസസ് പ്രകാരം ഇത് 1979 ആയിരുന്നു. നിരോധിച്ചാലും ഈ നാട്ടിൽ നിന്ന് ശൈശവ വിവാഹം വിട്ടുപോകില്ല. മതങ്ങളും മതനേതാക്കന്മാരും മേൽനോട്ടം നൽകുന്ന ശൈശവ വിവാഹങ്ങൾ ഈ കാലത്തും കൂടി വരുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടും ശൈശവ വിവാഹങ്ങൾ നാട്ടിൽ നടക്കുന്നു. കുട്ടികളോടുള്ള ലൈംഗികാക്രമണങ്ങളിൽ വൻ വർധനവാണ് രാജ്യത്തുണ്ടാകുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ മുതൽ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ആക്രമിക്കപ്പെടുന്നു. വീട്ടിൽ ബന്ധുക്കൾ, സ്കൂളിൽ അധ്യാപകരും, കൂടെ പഠിക്കുന്നവർ, ഓഫീസിൽ ബോസും മുതിർന്ന ഉദ്യോഗസ്ഥരും, പൊതുസ്ഥലത്ത് ബസ്സിലും പിന്നെ പറയാനുമില്ല. എവിടെയാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷ? വിദേശികൾക്കും രക്ഷയില്ല. അതിഥി ദേവോ ഭവ എന്നൊക്കെ പറയും. എന്നാൽ നാട്ടിൽ വരുന്ന വിദേശി സ്ത്രീകളെ പോലും വെറുതെ വിടുകയുമില്ല. 2 വർഷത്തിനിടെ 10-ലധികം വിദേശികളാണ് ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെട്ടത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഇമേജ് എവിടെ എത്തിയെന്ന് ആലോചിച്ചു നോക്കൂ. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, മുതിർന്ന ജേർണലിസ്റ്റുകൾ എന്നിങ്ങനെ സുപ്രീം കോടതി ജഡ്ജിമാരിൽ വരെ എത്തി നിൽക്കുന്നു ആരോപണങ്ങൾ പീഡിപ്പിക്കാൻ ഉന്നതരും. എന്നാലും കുറ്റക്കാർ സ്ത്രീകൾ തന്നെ. വീടിന് പുറത്തിറങ്ങിയത് കൊണ്ടല്ലേ പീഡിപ്പിക്കപ്പെട്ടത്? പ്രകോപിപ്പിക്കുന്ന വസ്ത്രം ധരിച്ചിട്ടല്ലേ കയറിപ്പിടിച്ചത്? അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞതുപോലെയാണ് സ്ഥിതി. പീഡികർക്ക് കുട പിടിക്കാൻ വനിതാ സംഘടനകളുടെ പ്രതിനിധികൾ പോലുമുണ്ട്. 2019 ഇന്ത്യയിൽ പ്രതിദിനം ശരാശരി 87 ബലാത്സംഗ കേസുകളും സ്ത്രീകൾക്കെതിരായ മൊത്തം 4,05,861 കേസുകളും 2018 നിന്ന് 7% വർദ്ധിച്ചു. ബോയ്സ് ഫീലിങ്സ്. സ്ത്രീകൾ നേരിടുന്ന അത്ര ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരിടേണ്ടി വരുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാറുണ്ട്. പുരുഷന്മാർ എങ്ങനെയായിരിക്കണം എന്നുള്ള സ്ഥിരമായി കൊണ്ടു നടക്കുന്ന സങ്കല്പങ്ങളും പണ്ടുമുതലേ പുരുഷാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ചില കാര്യങ്ങളിൽ വിലക്കുകൾ ഉണ്ടായത്. ഓസ്ട്രേലിയയിൽ ഒരു പഠനത്തിൽ 18-30 വയസ്സിനിടയിൽ പ്രായമുള്ള പുരുഷന്മാരെ ഉൾപ്പെടുത്തി ഒരു പ്രൊജക്റ്റ് നടത്തി. അതിൽ ചെറുപ്പക്കാർക്ക് വിധേയമാകുന്ന അനാരോഗ്യകരവും ദോഷകരവുമായ ചില സാമൂഹിക സമ്മർദ്ദങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുരുഷന്മാർ ഒരു പ്രായമായാൽ സ്വയം പര്യാപ്തമുള്ളവരാകണമെന്നതും കൂടാതെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ നടത്താൻ കഴിയാതെ പോവുകയാണ്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് കൊണ്ട് ഒരുപാട് സംഘർഷങ്ങൾ അവർക്ക് നേരിടാറുണ്ട്. ചിലരെ ഇത് മെന്റലി എഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അവർ സ്ട്രോങ് ആണെന്ന് അഭിനയിക്കേണ്ടി വരികയാണ്. കരയുന്നതും പേടിയും അങ്ങനെ ചിലയുള്ള ഫീലിങ്സ് അവർ പ്രകടമാക്കിയാൽ നീ പെൺകുട്ടികളെ പോലെയാണോ എന്ന ചോദ്യം ചെയ്യലാണ് ചെറുപ്പം മുതലേ. ഒരു ജോലി നേടി നല്ല ലുക്കും ഉണ്ടെങ്കിൽ മാത്രമേ പുരുഷൻ സക്സസ്ഫുൾ ആവുകയുള്ളൂ എന്ന സ്റ്റീരിയോടൈപ്പ് ചിന്താഗതി ഇവിടെ നിലനിൽക്കുന്നു. ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ താടി മുടി വളർത്തിയാൽ സമൂഹത്തിൽ ചില പേരുകളും ഒന്നിനും കൊള്ളാത്തവരുമായി തീർക്കുകയാണ്.
പുരുഷന്മാരായതിനാൽ വീട്ടിലെ ജോലികൾ ചെയ്യാൻ പാടില്ല എന്ന വിലക്കുകൾ നിൽക്കുന്നുണ്ട്. ചിലർക്ക് വീട്ടിലെ ജോലി ചെയ്യാനും പുരുഷന്മാർ വീട്ടിലെ ജോലി ചെയ്യുന്നത് നോർമലായി കാണുന്നതും ചില പുരുഷന്മാർ ഇവിടെ ഉണ്ട്. അവർക്ക് സമൂഹത്തിൽ ചില പേരുകൾ നൽകുന്നുണ്ട്: പാവാട, പെൺകൊന്തൻ. അങ്ങനെ പുരുഷന്മാർ ദേഷ്യമുള്ളവരാണെന്നും അവർ ഒരിക്കലും നോ പറയരുതെന്നും പേടി കാണിക്കാൻ പാടില്ല എന്നും നിൽക്കുന്നു. ഒരു പുരുഷൻ ഗേ ആണെങ്കിൽ അവർക്കത് പുറത്തു പറയാനും അവരുടെ കൂടെ നടക്കുന്നതുമെല്ലാം തെറ്റാണെന്നാണ് ഇവിടെയുണ്ട്. ഒരു കുട്ടി ജനിക്കുന്നതിന് ശേഷമോ അതിനു മുമ്പോ പുരുഷന് ആവശ്യമുള്ളതിനാൽ പെർട്ടർണിറ്റി ലീവും അതുപോലെ തന്നെ ഒരു കുട്ടിയെ അമ്മയില്ലാതെ വളർത്താൻ ഉള്ള അവകാശവും അവർക്കുണ്ട്. ഒരു ചെറിയ കുട്ടി കരയുമ്പോൾ നീ പെണ്ണിനെ പോലെ കരയാതെ എന്ന ചോദ്യത്തിൽ നിന്ന് നിനക്ക് നിന്റെ ഫീലിങ്സ് പ്രകടിപ്പിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ മാറ്റം. പുരുഷനായതുകൊണ്ടോ സ്ത്രീ ആയതുകൊണ്ടോ ഒന്നും നിഷേധിക്കുന്നില്ല. വിമൻ ഇൻ പൊളിറ്റിക്സ്, രാഷ്ട്രീയ പങ്കാളിത്തം എന്ന വാക്കിന് വളരെ വിശാലമായ അർത്ഥമുണ്ട്. ഇത് വോട്ടവകാശം എന്നതുമായി മാത്രമല്ല, പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടതാണ്. തീരുമാനമെടുക്കൽ പ്രക്രിയ, രാഷ്ട്രീയ ആക്ടിവിസം, രാഷ്ട്രീയ അവബോധം മുതലായവ. ഇന്ത്യയിലെ സ്ത്രീകൾ വോട്ടിങ്ങിൽ പങ്കെടുക്കുന്നു. പൊതു ഓഫീസുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമായി താഴ്ന്ന സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരെക്കാൾ. രാഷ്ട്രീയ ആക്ടിവിസവും വോട്ടിങ്ങും സ്ത്രീകളുടെ രാഷ്ട്രീയ പങ്കാളിത്തത്തിൻ്റെ ഏറ്റവും ശക്തമായ മേഖലകളാണ്. രാഷ്ട്രീയത്തിലെ ലിംഗപരമായ അസമത്വത്തെ ചെറുക്കുന്നതിന് ഇന്ത്യൻ സർക്കാർ പ്രാദേശിക സർക്കാരുകളിൽ സീറ്റുകൾക്കായി സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും സ്ത്രീകളുടെ പങ്കാളിത്തം പൊളിറ്റിക്സിൽ വളരെ കുറവാണ്. പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ കാരണങ്ങളായി കണക്കാക്കപ്പെടുന്നത് ഇല്ലിറ്ററസി, അബ്യൂസ്, അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് വർക്ക്സ്. ജോലി സ്ഥലങ്ങളിൽ പോലും സ്ത്രീകൾ വയലൻസ് അല്ലെങ്കിൽ അബ്യൂസ് നേരിടുന്നു. പിന്നെ വിദ്യാഭ്യാസമില്ലായ്മ. പല സ്ത്രീകൾക്കും ഉന്നത പഠനങ്ങൾ അല്ലെങ്കിൽ +2 ശേഷമുള്ള പഠനങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. കൂടാതെ വീടും ജോലിയും ഇതിൽ രണ്ടിൽ ഒന്ന് ചൂസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനിൽ എത്തിപ്പെടുന്നൊരവസ്ഥ. ഇതൊക്കെയാണ് പലപ്പോഴും സ്ത്രീകളുടെ പൊളിറ്റിക്സിലുള്ള ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവ് എന്നത് പഠനം കാണിക്കുന്നത്. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ പങ്കാളികളാകുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാന അസംബ്ലികളിലെയും പാർലമെൻറ്റിൻ്റെയും പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ എണ്ണം വളരെ കുറവാണ്. ഇത് ഏകദേശം 11% മാത്രമാണ്. Gender equality is when people of all genders have equal rights, responsibilities, and opportunities. Everyone is affected by gender inequality: women, men, trans, and gender diverse people, children, and families. It impacts people of all ages and backgrounds. We need gender equality. Gender equality prevents violence against women and girls. It's essential for economic prosperity. Societies that value women and men as equal are safer and healthier. Gender equality is a human right. So let's fight for a nation where all can live as a human. Also, feminism is an emotion which would be compassion and kindness are seen as a weakness. We need to change that mentality. Gender equality is the unfinished business of the 21st century. So it's our duty to build a nation where everyone can live happily, not based on their genders as women or transgender or any other. Let's raise our voice against anything that happens wrong.